എവരിവൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള 10 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്സിലാണ് നമ്മൾ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടുള്ള ആ ഒരു 10 ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഡാറ്റ. Data denotes raw facts and figures such as members, words, amount, quantity, etc. that can be processed or manipulated. ഡാറ്റ എന്ന് വെച്ചാൽ നമ്മളൊരു കമ്പ്യൂട്ടറിലേക്ക് നമുക്കിപ്പോൾ ഒരു ഇൻഫോർമേഷൻ ആവശ്യമാണ്. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ആവശ്യമാണ്, നമുക്ക് ആ ഒരു ഇൻഫോർമേഷൻ കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നോ അതിനെയാണ് ഡാറ്റ എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് കേട്ടോ. അപ്പോൾ ഡാറ്റ എന്ന് പറയുന്നത് കറക്റ്റ് മീനിങ് എന്ന് വെച്ചാൽ റോ ഫാക്ട്സ് ആണ്. അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അത് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാ ഡാറ്റയും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നു. നെക്സ്റ്റ് ആണ് ഡിഫൈൻ ഇൻഫോർമേഷൻ. നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വെൻ ദി ഡാറ്റ ഈസ് അറേഞ്ച്ഡ് ഇൻ എ മീനിങ് വേ we get a clear cut idea about these facts and figures. This is known as information. നമ്മൾ കൊടുത്ത എല്ലാ സാധനവും കറക്റ്റായിട്ട് ഒരു അറേഞ്ച് ചെയ്തിട്ട് ഇൻഫോർമേഷനായിട്ട് പ്രൊവൈഡ് ചെയ്യുക, നമുക്ക് ആ കമ്പ്യൂട്ടറിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുക, ഇൻഫോർമേഷൻ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ ഡാറ്റ പ്രോസസ്സിംഗ്. Data processing refers to the operation or activities performed on data to generate information. ഡാറ്റ പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് അർത്ഥാക്കുന്നത് നമ്മുടെ ഡാറ്റ എന്തായിട്ടാണ്, ഓപ്പറേഷനായിട്ടോ ആക്ടിവിറ്റീസ് ആയിട്ടൊക്കെയാണ് ഡാറ്റയും കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്യുന്നത്. അത് ഇൻഫോർമേഷനായിട്ട് ജനറേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ, അതായത് ഡാറ്റനെ ഇൻഫോർമേഷനായിട്ട് ഒരു കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്, ഡാറ്റ പ്രോസസ്സിംഗ് പ്രൊസീഡ്സ് ത്രൂ 6 സ്റ്റേജസ് വിച്ച് ആർ ദി. അതായത് ഡാറ്റ പ്രോസസ്സിംഗിന് മെയിനായിട്ട് 6 സ്റ്റേജസ് ആണ് കേട്ടോ ഉള്ളത്. എന്തൊക്കെയാണ്? ക്യാപ്ചറിങ് ഡാറ്റ, ഇൻപുട്ട് ഓഫ് ഡാറ്റ, സ്റ്റോറേജ് ഓഫ് ഡാറ്റ, പ്രോസസ്സിംഗ് ഓർ മാനിപ്പുലേറ്റിംഗ് ഡാറ്റ, ഔട്ട്പുട്ട് ഓഫ് ഇൻഫോർമേഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻഫോർമേഷൻ. അപ്പോൾ ഇങ്ങനെ 6 സ്റ്റേജിലൂടെയാണ് ഡാറ്റ പ്രോസസ്സിംഗ് മെയിനായിട്ട് കടന്നു പോകുന്നത്. അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിങ്ങിൻ്റെ മെയിൻ ആയിട്ടുള്ള 6 സ്റ്റേജസ് ആണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് ആണ് നമ്മുടെ ഫ്ലോ ചാർട്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാംസിനൊക്കെ റിപ്പീറ്റഡ് ആണ്. അപ്പോൾ CPU-നകത്ത് ആരൊക്കെയാണുള്ളത്? നമ്മുടെ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, അർത്ഥമാറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അപ്പുറത്തെ ഇൻപുട്ട് ഇപ്പുറത്തെ ഔട്ട്പുട്ട്. CPU എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഈ ഒരു ഫ്ലോ ചാർട്ട് അങ്ങനെ തന്നെ പഠിക്കണം, കാരണം 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം അടിയിൽ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് ഡാഷും തരും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എന്താ അവിടെ വരിക എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ്. Fundamental data types are defined in C++ compiler. They are also known as built-in data types. അതായത് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സിൻ്റെ ഇനിയൊരു നെയിമാണ് built-in data types എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് എപ്പോഴും ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. എവിടെയാണ് ഡിഫൈൻ ചെയ്യുക? C++ കമ്പൈലറിൽ. അതായത് C++ കമ്പൈലറിൽ ഡിഫൈൻ ചെയ്ത ഡാറ്റാസിനെയാണ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്സ് എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഒരു ഫ്ലോ ചാർട്ടാണ് കേട്ടോ. ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഒരു ടേബിളാണ്. അപ്പോൾ അതെങ്ങനെയാണ്? നെയിം, ഡിസ്ക്രിപ്ഷൻ, സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാരൽ എങ്ങനെയുണ്ടാവും? അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്താണ്? ക്യാരക്ടർ ഓർ സ്മോൾ ഇൻറ്റീജേഴ്സ് ആണ് വരിക. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. ഇൻ്റ് ആണെങ്കിൽ അവിടെ ഇൻറ്റീജർ നമ്പേഴ്സ് ആയിരിക്കും, അതിൻ്റെ സൈസ് 4 ബൈറ്റ്സ് ആയിരിക്കും. ഫ്ലോട്ട് എന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ആയിരിക്കും, അതിൻ്റെ ബൈറ്റ്സ് എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഡബിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ പ്രിസിഷനോ അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പറോ ആയിരിക്കും. അവിടെ 8 ബൈറ്റ്സ് ആണുള്ളത്. വോയിഡ് എന്ന് വെച്ചാൽ നൾ, അവിടെ ഒരു ഡാറ്റയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സൈസ് എന്താണ്? 0 ബൈറ്റ് ആയിരിക്കും കേട്ടോ. ദെൻ ഒപ്പാരൻസ് ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3. ഒപ്പാരൻറ്റ് ഓപ്പറേറ്റർ മെയിനായിട്ട് 3 ടൈപ്പിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? യൂണറി, ബൈനറി, ടെർണറി. അപ്പോൾ യൂണറി എന്ന് പറയുന്നത് എന്താ ചെയ്യുന്നത്? വിച്ച് ടേക്സ് ഓൺലി 1 ഒപ്പാരൻ. ഇവിടെ മെയിനായിട്ട് ഒരൊറ്റ ഒപ്പാരൻ മാത്രമേ യൂണറി ഓപ്പറേറ്റർ ടേക്ക് ചെയ്യുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബൈനറി. ഇവിടെ എന്താണ്? 2 ഒപ്പാരൻസ് എടുക്കും. തേർഡ് വൺ ആണ് ടെർണറി എന്ന് പറയുന്നത്. ഇവിടെ 3 ഒപ്പാരൻസ് ആയിരിക്കും എടുക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്താണ് കേട്ടോ. നെക്സ്റ്റ് ആണ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൽ കുറേ അധികം ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. പ്ലസ്, മൈനസ്, സ്റ്റാർ, സ്ലാഷ്, അതുപോലെ തന്നെ പെർസെൻറ്റേജ്, ഇങ്ങനെ കുറേ ഓപ്പറേറ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? പ്ലസ് എന്ന് വെച്ചാൽ അഡീഷൻ ആയിരിക്കും, മൈനസ് എന്ന് പറഞ്ഞാൽ സബ്സ്ട്രാക്ഷൻ, സ്റ്റാർ എന്നിട്ട് കൊടുത്താൽ മൾട്ടിപ്ലിക്കേഷൻ, സ്ലാഷ് ആണെങ്കിൽ ഡിവിഷൻ, പെർസെൻറ്റേജ് ആണെങ്കിൽ മൊഡ്യൂൾസ് ഓപ്പറേറ്റേഴ്സ് ടു ഗെറ്റ് റിമൈൻഡർ ഇൻ ഇൻറ്റീജർ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അഡീഷൻ പറയുമ്പോൾ നമുക്കറിയാം 4 + 2 എത്രയായിരിക്കും? 6 ആണ്. പക്ഷേ അതേ സ്ഥാനത്ത് നമ്മുടെ മൈനസ് ആണെങ്കിൽ സബ്സ്ട്രാക്ഷൻ, അത് 4 - 2 ആയിരിക്കും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇൻറ്റു എന്നാണ് അർത്ഥം. പിന്നെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, സ്ലാഷ് ആയിരിക്കും, അതായത് 4/2 എന്ന് പറയുന്നത് എത്രയാണ്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് പറഞ്ഞാൽ എത്ര, അതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് നമ്മുടെ കമ്പാരിസൺ അല്ലെങ്കിൽ
ഡിഫറൻഷിയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കമ്പയർ ദി സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് എൽസ് ഇഫ് ലാഡർ ആൻഡ് സ്വിച്ച്, അതായത് എൽസ് ഇഫ് ലാഡറും സ്വിച്ചും തമ്മിൽ കമ്പയർ ചെയ്യാൻ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ, പഠിക്കണം. അപ്പോൾ എനി ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ് ക്യാൻ ബി ചെക്ക്ഡ്, അതായത് എൽസ് ഇഫ് ലാഡറിൽ ഏത് ടൈപ്പ് ഓപ്പറേഷൻസും ചെക്ക് ചെയ്യാൻ പറ്റും. സ്വിച്ചിലാണെങ്കിൽ ഓൺലി ഇക്വാലിറ്റി ഓപ്പറേഷൻ ഈസ് ചെക്ക്ഡ്, അതായത് ഇവിടെ ഇക്വാലിറ്റി ഓപ്പറേഷൻസ് മാത്രമാണ് ചെക്ക് ചെയ്യാൻ പറ്റുക. വെൻ നോ കണ്ടീഷൻ ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. ഇവിടെ എന്തെങ്കിലും കണ്ടീഷൻ ഇല്ല, നോ കണ്ടീഷൻ ഈസ് ട്രൂ ആണ്, അവിടെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ അല്ലാന്നുണ്ടെങ്കിൽ എൽസ് എന്നൊരു പറയുന്ന ആ ബ്ലോക്ക് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ വെൻ നോ കണ്ടീഷൻ ഈസ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ഡിഫാൾട്ട് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. ഇവിടെ എന്താണ്, കണ്ടീഷൻ ട്രൂ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡിഫാൾട്ട് ബ്ലോക്ക് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. പിന്നെ ക്യാൻ ബി യൂസ്ഡ് ഫോർ എനി ടൈപ്പ് ഓഫ് വാല്യൂ, ഇവിടെ ഏത് ടൈപ്പ് ഓഫ് വാല്യൂക്കും യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഇവിടെ ആണെങ്കിൽ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇൻറ്റീജർ ഓർ ക്യാരക്ടർ, ഇൻറ്റീജറോ ക്യാരക്ടർ ആയിട്ടുള്ള അതിൽ മാത്രമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇവിടെ മോർ ഫ്ലെക്സിബിൾ ആണ്, അവിടെ ആണെങ്കിൽ ലെസ് ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. എല്ലാം എക്സാം ഓറിയൻറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.